ശ്രീ ജോസ് കുട്ടി ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ ഇതിനകത്ത് തൽക്കാലം സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലാക്കണ്ട, ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സമരസമിതിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സഭ ഇതിനകത്ത് വ്യക്തമാക്കിയത് ഞങ്ങൾ ബില്ലിന് അനുകൂലിച്ചുള്ളൊരു നിലപാടാണ്, ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു നിലപാടൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വഴിയാണ് കൃത്യമായ വഴി എന്ന് ഇടത് സർക്കാർ പറയുകയും ചെയ്യുന്നു. ഒരു ആശയക്കുഴപ്പമുണ്ടോ സഭയ്ക്ക്? അല്ല, ഇക്കാര്യത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയക്കുഴപ്പവുമില്ല. സഭ ഈ പ്രശ്നത്തിൽ വളരെ വ്യക്തമായ സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. അതിലൊന്ന് നിയമ ഭേദഗതി വേണം എന്നുള്ളതായിരുന്നു. ആ നിയമ ഭേദഗതിയിലെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ആ വകുപ്പുകൾ ഉപയോഗിച്ചുള്ള നിയമ ഭേദഗതി കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന നിലപാടെടുത്തു. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന നിയമ ഭേദഗതി കൊണ്ട് മുനമ്പങ്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് തന്നെയുമല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി, ഇനി ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് ഒരു വിധി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി, ഭൂ ഉടമകൾക്കോ അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്കോ എതിരായി ഉണ്ടായാൽ അതിനെ സിവിൽ കോടതികളിൽ സാധാരണ കേസ് ഫയൽ ചെയ്യുന്ന പോലെ ഫയൽ ചെയ്തുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കകത്തേക്ക് വഖഫ് കാര്യങ്ങൾ കൂടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേ ട്രൈബ്യൂണലിന്റെ ആ ഒരു വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള അവരുടെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിധിയിൽ നിന്ന് പുറത്തിയാടി സിവിൽ കോടതികളുടെ പരിധിയിലേക്ക് ട്രൈബ്യൂണലിന്റെ വിധികൾ കൂടെ വരുന്നു, അത് ചോദ്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതും അവർക്ക് ഏറെ പ്രത്യാശ നൽകുന്നതുമാണ്. മറ്റൊരു കാര്യം, ഈ പ്രശ്നം തീരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഈ 2A വകുപ്പിൽ വന്നിരിക്കുന്ന ആ ഭേദഗതി കൊണ്ട് തന്നെ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെയും ഉള്ളതും, അതായത് യഥാർത്ഥത്തിലുള്ള വഖഫ് ചെയ്യുന്നതല്ലാതെ ക്ലെയിം ചെയ്തുള്ള വഖഫ് ഇനി നടക്കില്ല എന്നൊരു യാഥാർത്ഥ്യം വന്നിരിക്കുകയാണ്. വഖഫ് കൊടുക്കുന്നതിൽ ആരും എതിരല്ല, വഖഫ് വരുന്നതിന് ആരും എതിരല്ല. അത് ജനങ്ങൾക്കുള്ള, വിശ്വാസികൾക്കുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യമാണ്. അതവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത്തരത്തിലുള്ളതല്ലാതെ ക്ലെയിം ചെയ്തുകൊണ്ട് ആരുടെയും ഭൂമി പിടിക്കുക എന്നുള്ളത് നടക്കുകയില്ല. അത് അതിൻ്റെ അകത്ത് ജാതിമതമൊന്നുമില്ല, അതിൻ്റെ അകത്ത് ആർക്കും പറ്റും. അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഒരു പോയിന്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രീ ജോസ് കുട്ടി. അതായത് ഈ ബില്ലോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സഭ ഉറപ്പായും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇടത് സർക്കാരിന്റെ ഈ ആശ്വാസം, ഈ കമ്മീഷൻ പ്രവർത്തനം തുടരും, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്ന അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നു പൂർണ്ണമായിട്ട്. തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ വാസ്തവത്തിൽ ഇനിയിപ്പോ കമ്മീഷന്റെ ആവശ്യം എന്താന്ന് പോലും ഒന്ന് പുനർചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഈ കമ്മീഷൻ ഇല്ലെങ്കിലും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒക്കെ മുൻപത്തെ ജനങ്ങളുടെ താല്പര്യപ്രകാരം അവരുടെ ഭൂമി അവർക്ക് എന്നേക്കുമായി തിരിച്ചു കിട്ടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അവർക്ക് അത് ഒന്നെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് അവരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അത് കോടതി വഴി പോയി ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി വഖഫല്ല എന്നൊരു റിപ്പോർട്ട് കമ്മീഷൻ കൊടുത്താൽ പിന്നെ അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുകയാണ്. ആ ഭൂമി വഖഫല്ല എന്നതിന്റെ വ്യക്തമായ തീരുമാനം അതിന്റെ ട്രസ്റ്റിലേക്കാണ് ഇത് കൈമാറി എന്നുകൊണ്ട് തന്നെ വന്നിരിക്കുകയാണ് ആ ഭൂമി വഖഫല്ല എന്നുള്ളത്. അപ്പൊ ഇനി അവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അല്ല, ശ്രീ ജോസ് കുട്ടി ഒഴികെ അങ്ങനെയാണെങ്കിൽ സമരം അവസാനിക്കുമോ വളരെ പെട്ടെന്ന്? ഇനിയിപ്പം സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവർക്ക് അവരുടേതായ ഉറപ്പുകളും കിട്ടേണ്ടതുണ്ട്. അത് സമരം അവസാനിപ്പിച്ചു പോവുക എന്നുള്ളത് എന്തിനാ ധൃതി വെക്കുന്നത്? സമരം ചെയ്യുന്നതിന്റെ ആൾക്കാർക്ക് എന്തിനാ ഇത്ര വിഷമം? അവർ സമരം ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതിനോട് ഒരുപക്ഷെ അവർക്ക് യോജിപ്പുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അതായത് സഭ പറയുന്ന ഈ അവകാശവാദത്തെ മുനമ്പ സമരസമിതി പൂർണ്ണമായും മുഖവിലക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് കൂടിയാണോ ഈ സമരം? അങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. അല്ലല്ല, അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. മുനമ്പ സമരസമിതിയുടെ സമരം എന്ന് പറയുന്ന അവരുടെ ഭൂമിയിൽ മേലുള്ള പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കോടതിയിൽ ഒരു പാർലമെന്റിൽ ഒരു നിയമം പാസ്സായി, അതുകൊണ്ട് മാത്രം അവർക്ക് അത് കിട്ടിയിട്ടില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതെല്ലാം പൂർത്തിയായി അവർക്ക് ആ ഭൂമി കിട്ടുന്നത് വരെ അവരുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. അനിശ്ചിതാവസ്ഥ മാറണം. അത് കിട്ടുന്നവരെ അവർ സമരം ചെയ്താൽ മതിയാവും. അതിൻ്റെ അകത്ത് സഭയുമായിട്ടുള്ള തർക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു സംഭവമില്ല. മുനമ്പൻ ജനത എന്തിനു വേണ്ടിയിട്ടാണോ സമരം ആരംഭിച്ചത് അതിന്റെ രേഖകൾ അവർക്ക് കയ്യിലോട്ട് കിട്ടുന്നവരെ അവർ സമരം തുടരണം. അത് തികച്ചും അതാണ് അതിന്റെ അടിസ്ഥാനം. ഓക്കെ, ഞാൻ തിരികെ എത്താം.